Hi dear students, let's talk history. So നമ്മൾ ആർക്കിയോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഡേറ്റിംഗ് മെത്തേഡുകളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഡേറ്റിംഗ് മെത്തേഡുകൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡും ആൻഡ് റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡും. റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. എല്ലാവരും അത് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ് പഠിക്കാൻ പോകാവുള്ളൂ. ഓക്കെ, ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഓർഡറിൽ കിട്ടുകയുള്ളൂ. പലരും എന്നോട് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ മെസ്സേജ് ചെയ്യാറുണ്ട്, മിസ്സേ ക്ലാസ് കണ്ടില്ലായിരുന്നു, അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ. ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒട്ടും ലേറ്റ് ആകണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ഡേറ്റിംഗ് മെത്തേഡ് പോലെ തന്നെ എന്തുണ്ട്, ഈ ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡിനും 8 മെത്തേഡുകളാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡിന് 8 മെത്തേഡുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ എന്താണ് അടുത്തതാണ് തെർമോലുമിനിസെൻസ്. തെർമോലുമിനിസെൻസും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. TL എന്നാണ് അതിൻ്റെ രാസനാമം. എല്ലാത്തിൻ്റെയും സൈഡിൽ അതിൻ്റെ രാസനാമങ്ങളും എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് മെത്തേഡ്. പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് മെത്തേഡ്. ദെൻ ഫോർത്ത് വൺ ആണ് ഡെൻഡ്രോക്രോണോളജി. ഡെൻഡ്രോക്രോണോളജി എന്താണ്, ട്രീ റിംഗ് മെത്തേഡ് എന്നും കൂടി പറയാറുണ്ട്. ട്രീസിനെ റിംഗ് ബേസിൽ പഠിക്കുന്നതിന് ഒരു ട്രീ റിംഗ് മെത്തേഡ് എന്താ നമ്മൾ പഠിക്കും. ദെൻ ഒബ്സീഡിയൻ ഹൈഡ്രേഷൻ, ഫിഫ്ത്ത് മെത്തേഡാണ് ഒബ്സീഡിയൻ ഹൈഡ്രേഷൻ. ഫിഷൻ ട്രാക്ക്, ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്, ദെൻ യുറാനിയം സീരീസ്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി ഓരോന്നും നമുക്ക് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ആർക്കിയോളജിയിൽ യൂസ് ചെയ്യാറുള്ളത്. ദ റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഹാസ് ചേഞ്ച്ഡ് ദ ഫേസ് ഓഫ് ദ ആർക്കിയോളജിക്കൽ റിസർച്ച്. ആർക്കിയോളജിക്കൽ റിസർച്ചിൻ്റെ എന്താണ് ഫേസ് തന്നെ മാറ്റിയെടുത്തത് എന്താണ്, റേഡിയോ കാർബൺ ഡേറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് മെയ്ഡ് എ റെവല്യൂഷണറി ഇമ്പാക്ട് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ആർക്കിയോളജി ആൻഡ് ക്വാണ്ടിറ്ററി സയൻസ്. വില്ലാർഡ് എഫ് ലിബി ആണ് എന്ത് ചെയ്തത്, ഡെവലപ്ഡ് ദിസ് മെത്തേഡ് ഇൻ 1948. 1948 വില്ലാർഡ് എഫ് ലിബി ആണ് നമ്മുടെ ഈ റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ആസ് സ്പിൻ ഓഫ് ഫ്രം ആറ്റോമിക് റിസർച്ച് ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോകമഹായുദ്ധത്തിന് ആറ്റോമിക് ഗവേഷണത്തിൽ നിന്നാണ് അദ്ദേഹം ഈ നമ്മുടെ റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. Since then, it remained the most widely used dating techniques in modern archaeology. മോഡേൺ ആർക്കിയോളജിയിൽ ഏറ്റവും കൂടുതൽ അന്ന് മുതൽ ഇന്ന് വരെ അതിനുശേഷം ഈ മോഡേൺ ആർക്കിയോളജിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കുകൾ ഒന്നാണ്, ഡേറ്റിംഗ് ടെക്നിക്കുകളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് കാർബൺ 14 അല്ലെങ്കിൽ കാർബൺ 14 രൂപീകരണം എങ്ങനെയാണ്, റേഡിയോ കാർബൺ ഡേറ്റിംഗിന്റെ രൂപീകരണം എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. കാർബൺ 14 ഈസ് എ റെയർ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഓഫ് കാർബൺ ദാറ്റ് ഫോംസ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ വെൻ കോസ്മിക് റേസ് collide with nitrogen atmosphere, producing carbon 14 atoms. These carbon 14 atoms then combine with the oxygen to form carbon dioxide, CO2. Okay, എന്താണ് എന്ന് മലയാളത്തിൽ നമുക്ക് നോക്കിയാലോ. കോസ്മിക് രശ്മികൾ, അതായത് കോസ്മിക് റേസ് നൈട്രജൻ ആറ്റങ്ങളുമായിട്ട് കൂട്ടിയിടിച്ച് കാർബൺ 14 ആറ്റങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉയർന്ന അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്ന കാർബണിന്റെ അപൂർവവും റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ 14. ഈ കാർബൺ 14 ആറ്റങ്ങൾ ഓക്സിജനുമായി സംയോജിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഉണ്ടാകുന്നു, CO2 രൂപം പ്രാപിക്കുന്നു. ദെൻ ഫോട്ടോസിന്തസിസ് നെക്സ്റ്റ് വൺ ആണ് ഫോട്ടോസിന്തസിസ്. എന്താണെന്ന് നമുക്കറിയാം അല്ലേ. സസ്യങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങളുടെയും മറ്റ് മൃഗങ്ങളുടെ ഉപഭോഗം പോലുള്ള പ്രക്രിയയിലൂടെ കാർബൺ 14 എല്ലാ ജീവജാലങ്ങളുടെയും കോശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർബൺ 14 എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്.
ഒരു ജീവി ജീവിച്ചിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും അന്തരീക്ഷവുമായി വാതകങ്ങൾ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നിടത്തോളം കാർബൺ 14ന്റെയും അതിൻ്റെ ടിഷ്യൂകളിലെ സ്ഥിരതയുള്ള കാർബൺ ഐസോടോപ്പുകളുടെയും കാർബൺ 12 കാർബൺ 13 അനുപാതം താരതമ്യേന സ്ഥിരമായിരിക്കും. അതായത് എന്താ, ഈ കാർബൺ 14s പ്ലാന്റ്സിലും അതുപോലെ തന്നെ ആനിമൽസിലും ഒക്കെ എന്താണ്, അവർ അലൈവ് ആയിരിക്കുന്നിടത്തോളം കാലം, അവർ ഫുഡ് കൺസ്യൂം ചെയ്യുന്നിടത്തോളം കാലം ഈ കാർബൺ 14 കാർബൺ 12 ആൻഡ് കാർബൺ 13 എന്താണ് അവരുടെ ബോഡിയിൽ റിമൈനിങ് ആയിട്ട് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ റേഡിയോ കാർബൺ ഡേറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഇൻ ആർക്കിയോളജിയിൽ ഉപയോഗിക്കുന്ന റേഡിയോ കാർബൺ ഡേറ്റിങ്ങിൻ്റെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഹാസ് ന്യൂമറസ് ആപ്ലിക്കേഷൻസ് ഇൻ ആർക്കിയോളജിയിൽ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഡേറ്റിംഗ് ഓർഗാനിക് ആർട്ടിഫാക്ട്സ്. അതായത് ഡേറ്റിംഗ് ഓർഗാനിക് ആർട്ടിഫാക്ട്സ് തന്നെയാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. എസ്റ്റാബ്ലിഷിംഗ് ക്രോണോളജീസ് എന്താണ്, കാലഗണനകൾ സ്ഥാപിക്കലെന്നും മലയാളത്തിൽ പറയും. ദെൻ ഡിറ്റർമൈനിങ് സൈറ്റ് ഒക്യുപ്പേഷൻ പീരിയഡ്സ്, എന്താണ് സൈറ്റിന്റെ തൊഴിൽ കാലഘട്ടങ്ങൾ നിർണ്ണയിക്കുന്നത്. സൈറ്റ് അതായത് നമ്മുടെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ്, അതിന്റെ തൊഴിൽ ഒക്യുപ്പേഷണൽ പീരിയഡ്സ്, അതായത് തൊഴിലുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള പീരീഡ് നിർണ്ണയിക്കൽ, കാലഘട്ടം നിർണ്ണയിക്കൽ. ദെൻ ഡേറ്റിംഗ് ഹ്യൂമൻ റിമെയിൻസ്, മനുഷ്യന്റെ റിമെയിൻസിനെ ഡേറ്റ് ചെയ്യുന്നത്, അതായത് മനുഷ്യ അവശിഷ്ടങ്ങളെ ഡേറ്റ് ചെയ്യുന്നത്, അതിന്റെ കാലഘട്ടം നിർണ്ണയിക്കുന്നത്. ദെൻ സ്റ്റഡിയിങ് കൾച്ചറൽ എവല്യൂഷൻസ്, എന്താണ് സാംസ്കാരിക പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഈ കൾച്ചറൽ എവല്യൂഷൻ സ്റ്റഡിങ് എന്ന് പറയുന്നത്. റീകൺസ്ട്രക്റ്റിംഗ് പാലിയോ എൻവയോൺമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പാലിയോ പരിസ്ഥിതികളുടെ പുനർനിർമ്മാണമാണ് പറയുന്നത്. റിഫൈനിങ് ഹിസ്റ്റോറിക്കൽ ക്രോണോളജീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചരിത്രപരമായ കാലഗണനകൾ പരിഷ്കരിക്കുക എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. ഇത്രയുമാണ് എന്തെന്ന് ആപ്ലിക്കേഷൻസ് ഓഫ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുമ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, കോൺട്രിബ്യൂഷൻ ഓഫ് C14 ഇൻ ഇന്ത്യൻ ആർക്കിയോളജി. ഇന്ത്യൻ ആർക്കിയോളജിക്ക് C14 അല്ലെങ്കിൽ റേഡിയോ കാർബൺ ഡേറ്റിംഗ് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, റേഡിയോ കാർബൺ ഡേറ്റിംഗിലൂടെ ഇന്ത്യക്ക് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ലഭിച്ചിട്ടുണ്ട്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഹാസ് ബീൻ വൈഡ്ലി അപ്ലൈഡ് ടു ഇന്ത്യൻ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് അക്രോസ് വേരിയസ് periods and regions, contributing to our understanding of India's rich cultural history. ഇന്ത്യയുടെ കൾച്ചറൽ ഹിസ്റ്ററിയെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ ഈ നമ്മുടെ റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഒരുപാട് വലിയ പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ചോപ്പാനി മാൻഡോ, ജുൻസി, കോഡിഹ്ര, ലഹുരദേവ എന്നീ ചരിത്രാതീത സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖ ഇന്ത്യൻ പുരാവസ്തു സൈറ്റുകൾ റേഡിയോ കാർബൺ ഡേറ്റിംഗ് രീതിയിൽ ഉപയോഗിച്ച് കാലഹരണപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സൈറ്റുകളൊക്കെ എന്താണ്, ആർക്കിയോളജിക്കൽ സൈറ്റ് ഹാവ് ബീൻ ഡേറ്റഡ് യൂസിങ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ്സ്. ഈ സൈറ്റുകളിലൂടെയൊക്കെ എന്താണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റിംഗ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതൊക്കെ സൈറ്റുകളാണെന്ന് പറഞ്ഞു, ഏതാണ് ചോപ്പാനി മാൻഡോ, ജുൻസി, കോൾഡിഹ്വ, ലഹുരദേവ, സൈറ്റുകളുടെയൊക്കെ പേര് അപാരം തന്നെ അല്ലേ, ലഹുരദേവ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട സൈറ്റുകൾ. ദെൻ ഇൻഡസ് സരസ്വതി സിവിലൈസേഷൻ, ഇൻഡസ് സരസ്വതി സിന്ധു നദിയുടെ സംസ്കാരവും ദെൻ സരസ്വതി സിവിലൈസേഷൻസിൽ സച്ചാസ് ധോളവിര, ലോത്താൾ, രോഗിഗാർഹി ആൻഡ് കാലിബംഗാൾ. ഏർലി ഹിസ്റ്റോറിക് സൈറ്റ് ആയിട്ടുള്ള രാജഗഡ്, സാർനാഥ്, സാഞ്ചി, അഗത്ത ഇവിടെ നിന്നൊക്കെ നമ്മുടെ റേഡിയോ കാർബൺ ഡേറ്റിങ്ങിലൂടെ ഡേറ്റിംഗ് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ മെഗാലിത്തിക് സൈറ്റ്സ് ആയിട്ടുള്ള മൽഹാർ, രാജനൽക്കാതില, ധാതുപൂർ എന്നിവിടങ്ങളിലൊക്കെ എന്താണ് ഈ കൾച്ചറൽ കോണ്ടക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഈ റേഡിയോ കാർബൺ ഡേറ്റിങ്ങിലൂടെ ഡേറ്റിംഗ് മെത്തേഡ്സിലൂടെ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഡേറ്റിംഗ് മെത്തേഡാണ്. ഫസ്റ്റ് ഡേറ്റിംഗ് മെത്തേഡ് നമ്മൾ പഠിച്ചു. അടുത്തതാണ് എന്ത്, തെർമോലുമിനിസെൻസ് ഡേറ്റിംഗ് എന്ന് പറയും. തെർമോലുമിനിസെൻസ് ഡേറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അതെ, തെർമോലുമിനിസെൻസ് ഡേറ്റിംഗ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ്
പ്രൈമർലി പോട്ടറി ഓർ ബേൺഡ് ഫ്ലിന്റ്. എന്താണ്? പ്രകൃതിദത്തമായ ക്വാർട്സ് അല്ലെങ്കിൽ ഫെൽസ്പാർ പോലെയുള്ള ധാതുക്കളുടെ സ്ഫടിക ലാറ്റിസിൽ കുടുങ്ങിക്കിടക്കുന്ന റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോണുകളെ അളവ് കണക്കാക്കുന്നതിലൂടെ പ്രാഥമികമായി മൺപാത്രങ്ങൾ അല്ലെങ്കിൽ കത്തിച്ച തീക്കല്ലുകൾ എന്നിവയുടെ കാലപ്പഴക്കം, കൂടുതലായിട്ട് മെയിനായിട്ട് എന്താണ്? പോട്ടറിയാണ്. അതുപോലെ തന്നെ ബേൺഡ് ഫ്ലിൻസ്, അതായത് എന്താണ്? കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന നമ്മുടെ മൺപാത്രങ്ങളും അല്ലെങ്കിൽ കത്തിച്ച തീക്കല്ലുകൾ, കത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ള തീക്കല്ലുകൾ എന്നിവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത്? തെർമോലുമിനിസെൻസ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിന് ഇവിടെ ഡേറ്റിംഗ് എങ്ങനെയാണ് നോക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ തെർമോലുമിനിസെൻസിൽ ഡേറ്റിംഗ് കണക്കാക്കുന്നത് റേഡിയേഷൻ എക്സ്പോഷനിലൂടെയും, അതായത് ചൂടാക്കൽ, ഈ ധാതുക്കൾ ചൂടാക്കുക, അതുപോലെ തന്നെ പ്രകാശ ഉദ്യമനത്തിന്റെ അളവ് കണക്കാക്കി അവിടുത്തെ പ്രായം കണക്ക് കൂട്ടുന്നു, അല്ലെങ്കിൽ ഏജ് ഡിറ്റർമൈൻ ചെയ്യുന്നു. എന്നീ പ്രക്രിയയിലൂടെയാണ് ഈ തെർമോലുമിനിസെൻസ് ഡേറ്റിംഗിലൂടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് പൊട്ടാസ്യം ആർഗൺ മെത്തേഡ്. പൊട്ടാസ്യം ആർഗൺ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് ഈസ് എ ജിയോക്രോണോളജിക്കൽ മെത്തേഡ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് റോക്സ് ആൻഡ് മിനറൽസ് ബേസ്ഡ് ഓൺ ദ ഡിക്കേ ഓഫ് റേഡിയോ ആക്റ്റീവ് പൊട്ടാസ്യം ടു ആർഗൺ വിത്തിൻ ദ മിനറൽസ് ക്രിസ്റ്റൽ ലാറ്റൈറ്റ്. എന്താണ്? അതായത് റേഡിയോ ആക്റ്റീവ് പൊട്ടാസ്യം മുതൽ ആർഗോൺ വരെയുള്ള ധാതുക്കളുടെ ക്രിസ്റ്റൽ ലാറ്റിനുള്ളിലെ ക്ഷയത്തെ അടിസ്ഥാനമാക്കി പാറകളുടെയും ധാതുക്കളുടെയും, അതാണ് എന്താ പറഞ്ഞത്? റോക്സ് ആൻഡ് മിനറൽസ്, റോക്സിന്റെയും മിനറൽസിന്റെയും ഒക്കെ ഡേറ്റിംഗ്, ഏജിങ് മനസ്സിലാക്കുന്നതിനെയാണ് ഈ പൊട്ടാസ്യം ആർഗൺ മെത്തേഡ് എന്ന് പറയുന്നത്. പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് എന്നത് ഭൂമിയുടെ ചരിത്രം അല്ലെങ്കിൽ ജിയോക്രോണോളജിക്കൽ ടൂളാണ്. ഭൂമിശാസ്ത്രപരമായ സംഭവങ്ങളുടെ സമയം, പാറ രൂപീകരണത്തിന്റെയും അല്ലെങ്കിൽ ഈ റോക്ക് ഫോർമേഷന്റെയും മാറ്റത്തിന്റെയും പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിന് കാര്യമായ സംഭാവന നൽകിയ ഒരു ശക്തമായ ജിയോക്രോണോളജിക്കൽ ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടാസ്യം ആർഗൺ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ് ഡെൻഡ്രോക്രോണോളജി. ഇത് നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഡെൻഡ്രോക്രോണോളജി എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ? നമ്മുടെ വുഡൻ ഒബ്ജക്റ്റുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനെയാണ് ഈ ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നത്. മരത്തിന്റെ വളയങ്ങളുടെ വിശകലനം ഉപയോഗിച്ച് തടി വസ്തുക്കളുടെ പ്രായം, പുരാവസ്തുക്കൾ, കാലക്രമേണ പരിസ്ഥിതി മാറ്റങ്ങൾ എന്നിവ നിർണ്ണയിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റിംഗ് രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നത്. ഡെൻഡ്രോക്രോണോളജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ട്രീ റിംഗ് വളയങ്ങളുടെ രൂപീകരണം നടത്തുന്നു. ട്രീ റിംഗ് വളയങ്ങളുടെ രൂപീകരണം എന്താണ്? ഓരോ വർഷവും മിതശീതോഷ്മ ബോറിയൻ പ്രദേശങ്ങളിലെ മരങ്ങൾ, അതായത് tree rings in temperate and boreal rings produce a new layer of growth or tree ring with width, density and other characteristics of these rings are influenced by various factors including climate, soil conditions and tree ഫിസിയോളജി. എന്താണ്? ഓരോ വർഷവും മാറ്റം വരുന്ന ക്ലൈമറ്റിൻ്റെയും സോയിൽ കണ്ടീഷൻ്റെയും ട്രീയുടെ ഫിസിയോളജിയുടെയും ഒക്കെ മാറ്റത്തിനനുസരിച്ച് എന്താണ്? ഓരോ വർഷവും എന്താണ്? ട്രീക്ക് റിങ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ദെൻ patterns of tree rings by analyzing the pattern of rings in a tree growth, dendrochronologists can identify sequences of wide and narrow rings unique to each tree. അതായത് നമ്മൾ മരമൊക്കെ വെട്ടിമുറിക്കുന്ന കണ്ടിട്ടില്ലേ? മരമൊക്കെ വെട്ടിമുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചന്ദന കളറുള്ള, ചന്ദനമരം അല്ല കേട്ടോ, ചന്ദനമരം വെട്ടാനൊന്നും ആരും പോകരുതേ, ചന്ദന കളറുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ റിങ് പോലെ വളയം പോലെ കാണാൻ സാധിക്കും. അതിനെയാണ് ഈ ട്രീ റിംഗ് എന്ന് പറയുന്നത്. ഈ റിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഡെൻഡ്രോക്രോണോളജി അല്ലെങ്കിൽ മരങ്ങളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. ട്രീ വളയങ്ങളുടെ പാറ്റേൺ, ഒരു മരത്തിന്റെ വളർച്ചയിലെ വളയങ്ങളുടെ പാറ്റേൺ വിശകലനം ചെയ്യുന്നതിലൂടെ ഡെൻഡ്രോക്രോണോളജിസ്റ്റുകൾക്ക് എന്താണ്? ഓരോ മരത്തിനും തനതായ വീതിയേറിയതും ഇടുങ്ങിയതുമായ വളയങ്ങളുടെ ക്രമം തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്.
അതിലൂടെ ഡേറ്റിംഗ് വുഡൻ ഒബ്ജക്റ്റുകളിലൂടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്? പുരാവസ്തുക്കൾ, കെട്ടിടങ്ങൾ ഇവയെല്ലാം കലാസൃഷ്ടികൾ പോലുള്ള തടി വസ്തുക്കൾ, അതായത് നമുക്ക് അറിയാം പുരാവസ്തുക്കളൊക്കെ എന്താണ് കൂടുതലും വുഡൻ മെറ്റൽസിലാണ്. വുഡൻ നമുക്കറിയാം എന്താ ഇവരുടെ ആർക്കിടെക്ചറൊക്കെ കൂടുതലും വുഡിലായിരുന്നു ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവയുടെ മോതിരം അല്ലെങ്കിൽ റിംഗ് പാറ്റേണുകളെ മാസ്റ്റർ ക്രോണോളജികളുമായി താരതമ്യം ചെയ്ത് തീയതി നിർണ്ണയിക്കുവാൻ ഈ ഡെൻഡ്രോക്രോണോളജിസ്റ്റുകൾക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഒബ്സീഡിയൻ ഹൈഡ്രേഷൻ എന്ന് പറയും. ഒബ്സീഡിയൻ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ obsidian hydration dating is a dating technique used to estimate age of obsidian artifacts based on the thickness of the hydration rind that forms on their surface over time. എന്താണ്? കാലക്രമേണ അവയുടെ ഉപരിതലത്തിന് രൂപം കൊള്ളുന്ന ഹൈഡ്രേഷൻ പുറംതൊലിയുടെ കനം അടിസ്ഥാനമാക്കി ഒബ്സീഡിയൻ ആർട്ടിഫാക്റ്റുകളുടെ പ്രായം കണക്കാക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റിംഗ് സാങ്കേതികയാണ് ഒബ്സീഡിയൻ ഹൈഡ്രേറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രകൃതിദത്ത അഗ്നിപർവ്വത ഗ്ലാസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒബ്സീഡിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മൂർച്ചയുള്ള അരികുകളുടെ രൂപപ്പെടാനുള്ള എളുപ്പവും കാരണം ഉപകരണം, ആയുധങ്ങൾ, ആഭരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് മുൻകാല സമൂഹങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ത് ഈ ഒബ്സീഡിയൻസ് എന്ന് പറയുന്നത്. ജലാംശം പ്രക്രിയ അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രേറ്റിംഗ് പ്രോസസ് എന്ന് പറയും. ജലാംശം പ്രക്രിയ. ഒബ്സീഡിയൻ വായുവിലെത്തുമ്പോൾ ജലതന്മാത്രകൾ, ജലാംശം എന്നിവയുടെ ഒരു പ്രക്രിയയിലൂടെ ക്രമേണ അതിൻ്റെ ഉപരിതലത്തിലേക്ക് വ്യാപിക്കുന്നു. ജലാംശം, തൊലിയുടെ കനം, ഈ മെത്തേഡുകളുടെ പ്രോസസ്സിൻ്റെ ആ ഒരു ഹെഡിങ് മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. ജലാംശം, തൊലിയുടെ കനം, ജലാംശത്തിൻ്റെ നിരക്ക് ഘടകങ്ങളെ ആശ്രയിക്കുന്നു. താപനില, ഈർപ്പം, ഒബ്സിഡയന്റെ രാസഘടന എന്നിവ പോലെയാണ് ഇത് പറയപ്പെടുന്നത്. ഇതാണ് എന്ന് പറയുന്നത് ഒബ്സീഡിയൻ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ എന്താ പറയുക ഈ പുരാതന കാലഘട്ടത്തിൽ ഇവർ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ ഈ കടലിൽ നിന്നൊക്കെ എടുക്കുന്ന രത്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെയൊക്കെയാണ് ഈ ഒബ്സീഡിയൻസ് എന്ന് പറയുന്നത്. ഈ രത്നങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ ഒബ്സീഡിയൻ ഹൈഡ്രേഷൻ എന്നുകൊണ്ട്. അടുത്തതാണ് ഫിഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അഗ്നിപർവ്വത ധാതുക്കളിൽ കാണപ്പെടുന്ന യുറേനിയം ഒബ്സീഡിയനുകളെയും കുറിച്ച് പഠിക്കുന്നതാണ്. ആറ്റങ്ങളുടെ സ്വാഭാവിക പിളർപ്പ് ഫിഷൻ ട്രാക്കുകളുടെ അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നു. ധാതു ഒരു നിർണായക ഊഷ്മാവിന് മുകളിൽ ചൂടാക്കിയാൽ ഈ ഫിഷൻ ട്രാക്കുകൾ മായ്ക്കപ്പെടും. എന്താണ് ഈ പറയുന്ന മിനറൽസ്, ഒരു വോൾക്കാനിക് മിനറൽസ് ഒരു ട്രേസസിന്റെ മുകളിൽ വെച്ചിട്ട് അത് ചൂടാക്കുകയാണെങ്കിൽ അതിനകത്തെ ഫിഷൻ ട്രാക്സ് കാണുവാൻ സാധിക്കും. ദീസ് ഫിഷൻ ട്രാക്സ് ആർ എറോഷൻ വൺസ് ഇൻ ദ മിനറൽ ഈസ് ഹീറ്റഡ്. ഈ മിനറൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഫിഷൻ ട്രാക്ക് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിന് എന്താണ് ഡ്യൂറിങ് വോൾക്കാനിക് ഇറോഷൻസ് ഓൾ ഫിഷൻ ട്രാക്സ് പ്രസന്റ് ഇൻ ദ മിനറൽസ് ആർ റിമൂവ്ഡ്. എന്താണ് വോൾക്കാനിക് ഇറോഷന്റെ സമയത്ത്, അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ സമയത്ത് ധാതുക്കളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഫിഷൻ ട്രാക്കുകളും നീക്കം ചെയ്യപ്പെടും, അതായത് അത് റിമൂവ്ഡ് ആവും. ദ ഡെൻസിറ്റി ഓഫ് യുറാനിയം 238 ഫിഷൻ ട്രാക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ടൈം elapsed since the sample was last heated. എന്താണ് യുറാനിയം 238 ഫിഷൻ ട്രാക്കുകളുടെ സാന്ദ്രത സാമ്പിൾ അവസാനമായി ചൂടാക്കിയതിന് ശേഷമുള്ള സമയത്തിന് അനുപാതികമാണ്. ഫിഷൻ ട്രാക്കുകളുടെ സാന്നിധ്യം കണക്കാക്കിയാണ് തീയതി നിർണ്ണയിക്കുന്നത്. ഏതിൻ്റെ? ഈ ഒരു ഫിഷൻ ട്രാക്കിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിച്ചിട്ടാണ് ഈ സ്ഫോടകങ്ങളുടെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് ഡേറ്റിംഗ് ഈസ് എ ജിയോക്രോണോളജിക്കൽ മെത്തേഡ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് മെറ്റീരിയൽസ് കണ്ടെയ്നിങ് അൺപെയർഡ് ഇലക്ട്രോൺസ്. അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ ഡേറ്റിംഗ് അല്ലെങ്കിൽ ഏജ് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് എന്ന് പറയുന്നത്. ഈ ESR അല്ലെങ്കിൽ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് വർക്ക് ചെയ്യുന്നത്
മൂന്ന് മെത്തേഡ് കൂടിയാണ്. ട്രാപ്പിംഗ് ഓഫ് ഇലക്ട്രോൺസിനെ ട്രാപ്പ് ചെയ്യുന്നു. ദെൻ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സെന്റേഴ്സ് കണ്ടെത്തുന്നു. അക്യുമുലേഷൻ ഓഫ് ട്രാപ്ഡ് ഇലക്ട്രോൺസ്, ഈ ട്രാപ്ഡ് ഇലക്ട്രോൺസിനെ അക്യുമുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ആണ് യുറാനിയം സീരീസ് ഡേറ്റിംഗ്. യുറാനിയം സീരീസ് ഡേറ്റിംഗ് എന്നും പറയൂ കേട്ടോ. യുറാനിയം സീരീസ് ഡേറ്റിംഗ് ഈസ് എ radiometric dating method used to determine the age of calcium carbonate materials such as speleothems, stalagmites, stalactites എന്നിവയുടെയൊക്കെ സ്റ്റാലക്ടൈറ്റുകൾ, സ്റ്റാലാഗ്മിറ്റുകൾ എന്നിവയുടെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കാൽസ്യം കാർബണേറ്റ് മെറ്റീരിയൽസിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് യുറാനിയം സീരീസ് ഡേറ്റിംഗ് മെത്തേഡ് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഡേറ്റിംഗ് മെത്തേഡ്സിലെ ഏതാണ് ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സ്. ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഇത്? കൃത്യമായിട്ട് നമുക്ക് ഈ കാലഗണന നിർണ്ണയിക്കുവാൻ സാധിക്കും. ഏത് ഇയറിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ആക്ച്വൽ ഇയർ എന്താണെന്ന് കൃത്യമായിട്ട് കണക്കാക്കുവാൻ സാധിക്കുന്നത് തന്നെയാണ് ഈ ആക്ച്വൽ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഡേറ്റിംഗ് മെത്തേഡ്സിന്റെ കാര്യത്തിൽ പഠിക്കുവാനുള്ളത്. ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഡേറ്റിംഗ് മെത്തേഡുകളുടെ പേരെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.